എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് സെബ്രോണിക്സിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതൊരു സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കർ അല്ല, ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. എനിക്ക് ദീപാവലിക്ക് ഗിഫ്റ്റായിട്ട് സെബ്രോണിക്സിൽ നിന്ന് വന്നൊരു സ്പീക്കറാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഇത് ദിവാലി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രകാശങ്ങളുടെയൊക്കെ ഒരു ആഘോഷമാണ്. അപ്പം ഇതും ഒരുപാട് പ്രകാശങ്ങളൊക്കെ പരത്തുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ റിവ്യൂവും അതുപോലെ തന്നെ ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം കണ്ടു നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ചാനലിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് കണ്ടിന്യൂസ് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ നല്ല രീതിക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇതിൽ അൺബോക്സ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ ഇപ്പോൾ ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട്. ഈ മാസം 18-ാം തീയതി കഴിയുന്നതാണ്. അപ്പം അതിനുശേഷം ഒരുപാട് ഗീവ് അവേ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ട് നമുക്ക് സെബ്രോണിക്സിൻ്റെ ഈ ആറ്റം എന്ന് പറയുന്ന മോഡൽ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ റിവ്യൂ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനൊരു ബോക്സിനുള്ളതാണ് നമുക്ക് സെബ്രോണിക്സിൻ്റെ ആറ്റം എന്ന് പറയുന്ന മോഡൽ ബ്ലൂടൂത്ത് സ്പീക്കർ വരുന്നത്. ബോക്സിന് മുകളിലായിട്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഒരു പടം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടെന്നും നമുക്ക് മെമ്മറി കാർഡ് ഇതിലോട്ട് ആഡ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഒരു ഇതിൽ 60ഓളം LED ലൈറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വെയിറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം, അതുപോലെ തന്നെ പ്ലേ ബാക്ക് ടൈമൊക്കെ 6 മണിക്കൂറാണ് നമുക്കിതിന് പ്ലേ ബാക്ക് ടൈം കിട്ടുന്നത്. അതുപോലെ തന്നെ വില കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന വില എന്ന് പറയുന്നത് 1700 രൂപയാണ്. എന്നാൽ വളരെ വില കുറച്ച് ഇപ്പോൾ നമ്മൾ ദീപാവലി ഓഫറിൽ ഞാൻ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ പ്രത്യേകതകൾ കണ്ടു നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്നുള്ളൊരു കേബിളും മാത്രമാണ്. പിന്നീട് ഒരു വേസ്റ്റ് യൂസർ മാനുവലും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായ ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഫ്രണ്ടിലായിട്ട് 4 സ്വിച്ചുകളും അതുപോലെ തന്നെ സെബ്രോണിക്സിൻ്റെ ലോഗോയും കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു ബട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ഓൺ ഓഫ് ബട്ടണും അതുപോലെ തന്നെ വോളിയം കൂട്ടുന്നതിനുള്ള ബട്ടണും അതുപോലെ തന്നെ ലൈറ്റ് ഓൺ ആക്കുന്നതിനും ഓഫ് ആക്കുന്നതിനുള്ള ബട്ടണുമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ യൂണീക്കായ ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചാർജ് ചെയ്യുന്നതിനുള്ളൊരു പോർട്ടും അതുപോലെ തന്നെ മെമ്മറി കാർഡ് ആഡ് ചെയ്യുന്നതിനുള്ളൊരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാട്ടുകളുള്ള മെമ്മറി കാർഡ് ഇതിലോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുപയോഗിച്ച് ഇതിൽ പാട്ടുകൾ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ലൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പ്രകാശം നൽകുന്നൊരു വെട്ടമാണ്. അതായത് 60 LEDകളുടെ ഒരു പ്രകാശമാണ്. ശരിക്കും ഒരു തീ കത്തിച്ച് വെച്ചിരിക്കുന്നൊരു ഫീലാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇപ്പം ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടു കാണും. നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ടും അല്ലെങ്കിൽ ഒരു ഒരു ഫാൻസി പ്രൊഡക്റ്റായിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ടേബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഭംഗിയുണ്ടാവും. അപ്പം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, എന്നാൽ വളരെ പവർഫുള്ളായ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 യൂസിനും ഈ ഒരു പ്രൊഡക്റ്റിന് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫോൺ ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളം മികച്ച രീതിയിലാണ് ഇതിന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. കാണാനായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഭംഗി തന്നെയാണ്. ഇനി നമുക്ക് സൗണ്ട് എത്രത്തോളം മികച്ച രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കേട്ട് നോക്കാം. സംഭവം അപ്പോൾ ശരിക്കും ഒരു ആറ്റം ബോംബ് തന്നെയാണ്. അതായത് നമുക്ക് സംഭവം ചെറുതാണെങ്കിലും സൗണ്ട് വരുന്നത് വളരെ മികച്ച രീതിയിലാണ്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇത് ലൈറ്റ് തെളിക്കുന്ന ബട്ടൺ. ഈ 2 ബട്ടണിൽ നമുക്ക് പാട്ട് നെക്സ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഞെക്കി പിടിക്കുകയാണെങ്കിൽ നമുക്ക് സൗണ്ട് കൂട്ടുന്നതിനും സൗണ്ട് കുറയ്ക്കുന്നതിനും സാധിക്കുന്നതാണ്.
വളരെ സിമ്പിളായ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ വളരെ മികച്ച ഓഫറിൽ വളരെ വില കുറഞ്ഞ് ദീപാവലി ഓഫറിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ താഴെ ലിങ്കിൽ പോയി ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്, നല്ല രസമാണ്, നമുക്ക് ലൈറ്റായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് യൂസ് ചെയ്യാം. 60 LED ആണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകാശം ഈ ഒരു സ്പീക്കറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എനിവേ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.